സെറംസ് ആണ് എനിക്ക് പ്ലമ്മിൻ്റെ അധികം ഇഷ്ടപ്പെടാതിരുന്നത്. ഇത് ഇനി വാങ്ങും. ഇത് നാച്ചുറൽ ബക്കച്ചിയോളാണ്, പ്ലാന്റ് വായിക്കാൻ കിട്ടുന്നില്ല. ബ്രൈറ്റ് ഇയേഴ്സ് ഇത് പ്ലമ്മിൻ്റെ ഏജ് സ്പെഷ്യലിസ്റ്റ് വായിക്കാൻ കിട്ടുന്നില്ല. ബ്രൈറ്റ് ഇയേഴ്സ് അണ്ടർ ഐ റിക്കവറി ജെൽ. ഈ ഒരു അണ്ടർ ഐ ക്രീം ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്, നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്. കണ്ണ് ഇറിറ്റേഷൻ വന്നില്ല. എനിക്ക് മിക്ക പ്രോഡക്റ്റുകളും കണ്ണ് ഇറിറ്റേഷൻ വരുന്നതാണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കണ്ണ് ഇറിറ്റേഷൻ വന്നില്ല. പക്ഷേ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എനിക്ക് അധികം ഡാർക്ക് സർക്കിൾസ് ഇല്ല, വെരി റെയർലി വരാറുള്ളൂ. പക്ഷേ നല്ല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കൂളിംഗ് സെൻസേഷൻ ഉണ്ട്. ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഒരു 2 മിനിറ്റിനകം ഇത് അബ്സോർബ് ആവുന്നുണ്ട്. ഇത് രാവിലെയും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ, ഇത് ഈ ഒരു പ്രോഡക്റ്റ്. ഡാർക്ക് സർക്കിൾസോ പഫിനോസോ ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല ഹൈഡ്രേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് എ ഗുഡ് വൺ. ഓക്കെ, ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ, 925 റുപ്പീസ് ഉണ്ട്. ഓക്കെ, ഇനിയുള്ളതെല്ലാം സെറംസ് ആണ്. സെറംസ് ആണ് എനിക്ക് പ്ലമ്മിൻ്റെ അധികം ഇഷ്ടപ്പെടാതിരുന്നത്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല, ഓക്കെ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയും. പ്ലംസിൽ എനിക്ക് എൻ്റെ സ്കിൻ കെയർ ഓൾമോസ്റ്റ് ഡാമേജ് ആയി എന്ന് പറയാം. എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എത്ര ക്യാമറ പിടിക്കേണ്ടതെന്ന് അറിയില്ല. എൻ്റെ മുഖം നന്നായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്ക് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. സാലിസിലിക് ആസിഡ് ഈസ് സപ്പോസ് ടു വർക്ക് എഗെയിൻസ്റ്റ് ആക്നെ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ ആക്നെ ബ്രേക്ക് ഔട്ട് വരികയാണ് എനിക്ക് ചെയ്തത്, ബേസ്റ്റ് ആവുകയാണ് ചെയ്തത്. ഇത് പ്ലമ്മിൻ്റെ എൻകാപ്സുലേറ്റഡ് സാലിസിലിക് ആസിഡ് ഫേസ് സിറം ഫൈറ്റ്സ് ആക്റ്റീവ് ആക്നെ, റെഗുലേറ്റ് സെബം എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്ക് വർക്ക് ചെയ്തില്ല. എൻ്റെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവുകയാണ് ചെയ്തത്. കൂടുതൽ എൻ്റെ സ്കിൻ സാലിസിലിക് ആസിഡ് ഈ ഒരു സെറം വർക്ക് ചെയ്തില്ല. ഇത് എൻ്റെ നോ ആണ്. കാരണം നിങ്ങൾക്ക് ബോട്ടിൽ നോക്കുമ്പോഴും പറയും, ബോട്ടിൽ നല്ല ഫാൻസി ബോട്ടിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് കണ്ടല്ലോ, ഇത് ഇത്രയും പ്രൊഡക്റ്റേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഇത്രയും ഇരിക്കുകയാണ്. ദിസ് ഇസ് എ നോ. ഞാൻ ഈ ബാക്കി ബോഡിയിൽ കയ്യിലോ കാലിലോ ഒക്കെ തേച്ച് യൂസ് ചെയ്ത് കഴിക്കണം എന്ന് വച്ചിരിക്കുകയാണ്. ഇതെനിക്ക് വർക്കാവില്ല, ഞാൻ ഇത് വാങ്ങില്ല. ഓക്കെ, സോ ചിലപ്പോൾ എനിക്ക് ചേരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചേരുമായിരിക്കും, ഇത് എനിക്ക് എന്തായാലും വർക്ക് ചെയ്തില്ല. ഓക്കെ, അടുത്തതും ഇതേപോലെ വർക്ക് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൻഡ് സിങ്ക് കോംപ്ലക്സ് സെറം. ഇതിലൊരു നാച്ചുറൽ ഏജേസും ആൻഡ് ആക്നെ ബ്രേക്ക്ഔട്ട്സിനും ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇതും പ്രോഡക്റ്റ് അത്യാവശ്യം ഞാൻ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കി, പകുതിയോളം കംപ്ലീറ്റ് ചെയ്തു, ഇനിയും ബാക്കി പകുതിയുണ്ട്. ഇതും നല്ല കളർഫുൾ ബോട്ടിലാണ് വരുന്നത്. ഇതും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. നാച്ചുറൽ ഏജ് ആയതുകൊണ്ടായിരിക്കും, ഒരു വ്യത്യാസം തോന്നില്ല. ഇതും എൻ്റെ ആക്നെയ്ക്കൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇതും എൻ്റെ ആക്നെ ബ്രേക്ക്ഔട്ട്സിലൊന്നും ബ്രേക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് എ നോ ഫ്രം മീ. അടുത്ത പ്രൊഡക്റ്റ് എനിക്ക് അവരുടെ വർക്ക് ചെയ്തത് ആകെ വൈറ്റമിൻ സി സെറം മാത്രമാണ്. പിന്നെയുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. ഇത് പ്ലമ്മിൻ്റെ ബക്ചിയോൾ ആൻഡ് റെറ്റിനോൾ 1% സെറമാണ്, കൊളാജൻ ബൂസ്റ്റാണ്. ദിസ് വൺ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഒരു എഫക്റ്റ് ഒന്നും തോന്നിയില്ല, വലിയ ചേഞ്ചസ് ഒന്നും തോന്നിയില്ല. ഇങ്ങനെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇത് ഇനി വാങ്ങും. ഇത് നാച്ചുറൽ ബക്കച്ചിയോളാണ്, പ്ലാന്റ് റെറ്റിനോളാണ്. പക്ഷേ ഞാൻ ഇനി ഇത് വാങ്ങില്ല, എനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ ഇതിനി വാങ്ങില്ല. അടുത്ത പ്രോഡക്റ്റ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. ഇത് പ്ലമ്മിൻ്റെ ബൾഗേറിയൻ റൂസ് ആൻഡ് ഹൈലൂറോണിക് ആസിഡ് 2% ആണ്. നല്ലൊരു ഹൈഡ്രേറ്റഡ് ബൂസ്റ്ററാണ്. നമ്മൾ പെട്ടെന്നൊക്കെ സ്കിൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, എനിക്ക് വലിയ കുഴപ്പം തോന്നാത്തൊരു പ്രൊഡക്റ്റാണ്. ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ക്ലിയർ ബോട്ടിലാണ്, ഭയങ്കര ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഇറ്റ്സ് ഗുഡ്. ഇതിനി വാങ്ങാൻ പറ്റും കേട്ടോ.
അതുമാതിരി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറം ഇതാണ് പ്ലമിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് 10% സെറം ക്ലാരിറ്റി ബൂസ്റ്റ്. ഇറ്റ്സ് എ ഗുഡ് സെറം. ഇതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നിയാസിനമൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങിക്കോളൂ, നിങ്ങൾക്കിത് വർക്ക് ചെയ്യും. എനിക്കിത് അത്യാവശ്യം വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ എനിക്ക് എൻ്റെ സാലിസിലിക് ആസിഡോ ഒന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒരു അങ്ങനെ ബേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. വേറെ പ്രോഡക്റ്റ് അല്ല, എൻ്റെ ബാക്ക് ടു റുട്ടീൻ ആയ ശേഷമാണ് എൻ്റെ സ്കിൻ ഒന്ന് കാം ഡൗൺ ആയത്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെയുള്ളത് എൻ്റെ കയ്യിൽ 2 ഫേഷ്യൽ ഓയിൽസ് ഉണ്ട്. ഒന്ന് ഹെംപ് ഫേഷ്യൽ ഓയിൽ. ദാറ്റ്സ് എ ഗുഡ് ഓയിൽ. ഇനി ഞാൻ വാങ്ങാം. നമുക്ക് ഓയിൽ വളരെ കുറച്ച് മതിയുള്ളതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. രാത്രി മാത്രമേ ഞാൻ ഫേസ് ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് സ്കിന്നൊന്ന് കാം ഡൗൺ ചെയ്യണമെങ്കിലും ഒക്കെ ഈ ഒരു ഫേസ് ഓയിൽ വളരെ നല്ലതാണ്. ഹെംപാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉള്ളത്. ഇറ്റ്സ് എ ഗുഡ് ഓയിൽ. ഓക്കെ, അടുത്ത ഫേസ് ഓയിലും വൈറ്റമിൻ സി ആണ് ഫേസ് ഓയിൽ. ഇതെനിക്ക് വലിയ ചേഞ്ചസ് ഒന്നും തോന്നിയില്ല. പക്ഷേ നമ്മുടെ സ്കിൻ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഓയിലല്ല. അങ്ങനെ നമ്മുടെ മുഖത്ത് അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ മാതിരിയുള്ളൊരു ഫീലിംഗ് വരുന്നില്ല. എന്നാൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. വലിയ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഓയിലാണ്. 2 ഓയിൽസും എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. സെറംസ് ആണ് ഞാൻ അധികം താല്പര്യപ്പെടാത്തത്. പിന്നെ ഇതാണ് പ്ലമിൻ്റെ സ്കിൻ കെയർ. ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇനിയും ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. കാമായുർവേദ ഈ പ്ലമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ.